ഹായ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇൻഫെർട്ടിലിറ്റി ജേണിയുടെ സ്റ്റോറി സീരീസായിട്ട് പാർട്ടായിട്ട് ചെയ്യുമെന്ന്. അപ്പോൾ ആ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. കാരണം അത്രയ്ക്കൊരു ലോങ് ജേണിയാണ്. 7 ഇയേഴ്സ്. സത്യം പറഞ്ഞാൽ 7 ഇയേഴ്സിന് മുന്നേ നമുക്ക് തുടങ്ങിയ ഒരു ജേണിയാണിത് ഇപ്പോൾ വരേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് പെയിൻ, ഒരുപാട് അപമാനങ്ങൾ, ചലഞ്ചസ്, വെല്ലുവിളികൾ ഒക്കെ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഈ സ്റ്റോറിയിൽ പറയുമ്പോൾ ഞാൻ മാത്രമല്ല അതിലെ ക്യാരക്ടർ, എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ, നമ്മുടെ രണ്ടുപേരുടെയും സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്ന ഒരുപാട് കപ്പിൾസ് ഉണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. അപ്പോൾ അവർക്ക് ഞാനിത് ചെയ്യുന്ന വീഡിയോ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഹെൽപ്ഫുള്ളായിരിക്കും. എന്തൊക്കെ ചെയ്യാം, അവർ എന്തൊക്കെ സ്ട്രഗിളിലൂടെ കടന്നു വന്നു, ഞങ്ങൾ എന്തൊക്കെ സ്ട്രഗിളിലൂടെ കടന്നു പോയി എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ്, അതുദ്ദേശിച്ചിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കൂടാതെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും എന്താ പറയുക, ഒറ്റ സ്റ്റെപ്പിൽ എനിക്കിവിടെ വന്നിരുന്ന് പറയാൻ പറ്റത്തില്ല. അതിന് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയാൽ മാത്രമേ ആ കാര്യങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ, ഒരു കുഞ്ഞുങ്ങളില്ല എന്നും പറഞ്ഞിട്ട് അത് ഒരു ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഒരു കുറവല്ല. ചിലർ പറയും, നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടാന്ന് വച്ചിട്ടായിരിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ലേറ്റാവുന്നത്. ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ഇവിടെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അതിലൊന്നാമത്തത്, കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വേണമെന്ന് ആഗ്രഹിച്ചിട്ടും കുഞ്ഞുങ്ങൾ കിട്ടാതെ വർഷങ്ങളോളം നേർച്ചയും ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു വിഭാഗം കപ്പിൾസ്. പിന്നെ കുഞ്ഞുങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് പെട്ടെന്ന് ദൈവം ഒരു ഗിഫ്റ്റ് അങ്ങ് കൊടുക്കും, കുഞ്ഞിനെ കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് വേണ്ടാന്ന് വെച്ചിട്ട് പെട്ടെന്ന് കിട്ടുന്ന ഒരു കാറ്റഗറി. പിന്നെ ഇഷ്ടമല്ലാത്ത ലൈഫിൽ കയറിയിട്ട്, അതായത് ഫാമിലിയുടെ നിർബന്ധത്തിന് വഴങ്ങി പ്രഗ്നൻ്റ് ആവുന്നവർ. പിന്നെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് കളഞ്ഞിട്ട് പോകുന്നവർ. പിന്നെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് കൊന്നു കളയുന്നവർ. ഇതൊക്കെ ആ കാറ്റഗറിയാണ്. അപ്പോൾ ഇതിലാദ്യത്തെ കാറ്റഗറിയിൽ പെടുന്ന സ്റ്റോറിയാണ് എൻ്റേത്. അതിലായിരിക്കും എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യങ്ങളുള്ളത്. കൗണ്ട്ലെസ് പ്രയേഴ്സ്, സ്ട്രഗിൾസ്, പെയിന്, ഹോസ്പിറ്റൽസ്, മെഡിസിൻസ്, ഇഞ്ചക്ഷൻസ്, അങ്ങനെ ഒരുപാട് ഉണ്ട്. അതുകൂടാതെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളത് ഓർത്ത് വച്ചേക്കണം. കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത്, അതായത് മക്കളുണ്ടാവുക എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും ചിലപ്പോൾ തടസ്സം വരാം. ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കാം ബുദ്ധിമുട്ട് വരുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ ഇല്ലാതെ തന്നെ അവർക്ക് ചിലരുടെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ഒരു വിഭാഗവും കൂടെ ഉണ്ട് ഇതിനകത്ത്. ഞാൻ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല. ഞാൻ ഈ പാർട്ട് വീഡിയോ ചെയ്ത് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ നേരെ എൻ്റെ പാർട്ട് 0 എന്നായിരിക്കും ഞാൻ ഇതിന് കൊടുക്കുന്നത്. പാർട്ട് 1. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞാൽ മാത്രമേ പാർട്ട് 1 എനിക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പാർട്ട് 0 എന്ന് കൊടുക്കും കേട്ടോ. അപ്പോൾ മറ്റുള്ളവർ വിജയിക്കാൻ വേണ്ടി, കാരണം അവരെ നികൃഷ്ടമായ ചിന്തയും വിചാരവും കൊണ്ട് മറ്റൊരാളുടെ തലമുറ തന്നെ ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചിട്ട് ഇൻഫെർട്ടിലിറ്റിയെ പൈസ കൊടുത്ത് വാങ്ങി ഒരു കപ്പിളിന് കൊടുക്കുന്ന ഒരു രീതിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അത് പക്ഷെ പറയണമെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം അത് വിശ്വസിക്കില്ല എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാവത്തുള്ളൂ.
അത് അനുഭവിച്ച ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും, പക്ഷെ അത് അറിഞ്ഞുകൂടാത്തവർക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല. അപ്പം ഞാൻ എന്തായിരുന്നാലും അടുത്ത പാർട്ട് മുതലായിരിക്കും ഫസ്റ്റ് പാർട്ടായിട്ട് ഇട്ട് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ കാണുക. നിങ്ങളുടെ ഒരുപാട്, അതായത് ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പേര് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യുന്ന വീഡിയോ, പറയുന്ന സ്റ്റോറി. അതൊരു വെറും ഒരു വീഡിയോ അല്ല, അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പറയുന്നതാണ്, എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പാർട്ട് 1 വീഡിയോയിൽ കാണാം. ബൈ.